Good morning everyone. Hope all are safe. Today we are going to discuss about the new chapter from the economics at Introduction to Statistics. Before that, we want to know about the review of the economics textbook. The economics textbook have a two part. One is the Indian economic thought or Indian economy side, and another is the statistical part. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന് വരുന്നത് ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പാർട്ടും രണ്ടാമത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. അതിൽ ഫസ്റ്റ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗങ്ങളും അതിനെ തുടർന്ന് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓർ വാട്ട് ആർ ദ ചലഞ്ചസ് ആർ ഫേസിങ് ഇൻ ദ ഇന്ത്യൻ എക്കോണമി തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ് ഫസ്റ്റ് ഭാഗത്ത് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്കറിയാം ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയുമാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം വിശകലനം ചെയ്യുന്നതിന് മുൻപ് തന്നെ we want to know about what is the term meaning related to the economics. The term economics derived from the Greek word oikonomia. The Greek word oikonomia. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രീക്ക് വേർഡായിട്ടുള്ള അല്ലേ oikonomia എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. It means that household management. ഒരു വീടിൻ്റെ മാനേജ്മെൻറ്റ് ആ വീട്ടിലെ അല്ലെങ്കിൽ ഗാർഡിയൻസ് അല്ലെങ്കിൽ പേരൻസ് എങ്ങനെയെല്ലാം രീതിയിൽ ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ദ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. എത്ര ഇൻകം കിട്ടുന്നു, ആ ഇൻകം കിട്ടിയത് എങ്ങനെ ചെലവഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ആദ്യമായി എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു നൽകിയത് ദ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ആഡം സ്മിത്താണ്. സോ he considered as the father of economics. നമുക്ക് എക്കണോമിക്സിൻ്റെ എന്താണ്, വാട്ട് ഈസ് ദ വേർഡ് മീനിങ് റിലേറ്റഡ് ടു എക്കണോമിക്സ് എന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അല്ലേ, എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ദ മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ദ ലൈഫ്. ആ ഓർഡിനറി ബിസിനസ് ഓഫ് ദ ലൈഫ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിച്ചത്? ഇൻ എക്കണോമിക്സ് വി ഡീൽ വിത്ത് ദ കൺസ്യൂമർ, producer, seller and employer and employee, etc. So these are the what we call that is the ordinary business of life എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പോവാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ഫോർ ദ മോണിറ്ററി ഗെയിൻ. ദ ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ്, എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് അത് പ്രോഫിറ്റ്, ലാഭമുണ്ടായിരിക്കും. എന്നാൽ ഒരു സെൽഫ് സർവീസ്, സമൂഹത്തിനൊരു സേവനം ചെയ്യുക എന്നുള്ള അർത്ഥമാണെന്നുണ്ടെങ്കിൽ അതിന് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കും, ലാഭം എന്ന് പറയുന്ന ലക്ഷ്യം വെക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നോക്കാം. സോ ദിസ് ഈസ് വാട്ട് ദ എക്കണോമിക്സ് മീൻസ് ബൈ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അല്ലേ, അപ്പോൾ ഓർഡിനറി ബിസിനസ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് എന്താ? എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആക്ടിവിറ്റികളുണ്ട്. ആ ആക്ടിവിറ്റികളെ കുറിച്ചും അത് ഏതെല്ലാം രീതിയിൽ സൊസൈറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം. സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ദ എക്കണോമിക് പ്രോബ്ലംസ്. വി നോ ദാറ്റ് ദ ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് ആൻഡ് ദ റിസോഴ്സ് ആർ ലിമിറ്റഡ്. അല്ലേ, നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അതിനൊരു പരിധിയില്ല. ഇന്ന് കിട്ടിയതായിരിക്കില്ല നാളെ കിട്ടണമെന്നുള്ള, അല്ലേ, അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ. സോ ദ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ദ റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സസ് വളരെ കുറച്ചും നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുതലും ഇരിക്കുമ്പോൾ എക്കോണമിയിൽ എന്ത് സംഭവിക്കുന്നു? പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. സോ ഹൗ ടു യൂട്ടിലൈസ് ദ സ്കെയർ റിസോഴ്സസ് ഇൻ എ ബെറ്റർ വേ, ദാറ്റ് ഈസ് ദ മീനിങ് ഓർ ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി റിലേറ്റഡ് ടു ദ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ ഹൗ ടു യൂട്ടിലൈസ് ദീസ് സ്കെയർ റിസോഴ്സസ് ഇൻ എ ബെറ്റർ വേ, എങ്ങനെയാണ് ഈ സ്കെയർ റിസോഴ്സസ് എങ്ങനെ ബെറ്റർ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് എക്കണോമിക്സിൻ്റെ യഥാർത്ഥത്തിലെ സ്റ്റഡി ഏരിയ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം.
നോ സ്കേഴ്സിറ്റി ദർ വുഡ് ബി നോ എക്കണോമിക് പ്രോബ്ലംസ്. അപ്പോൾ സൊസൈറ്റി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എക്കോണമിയിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ലെങ്കിൽ അല്ലേ, സ്കേഴ്സിറ്റി ഇല്ലെങ്കിൽ, വാട്ട് എവർ ദ റിസോഴ്സസ് അതിനാവശ്യമായിട്ട് അല്ലെങ്കിൽ എത്രയാണോ റിസോഴ്സസ് ഉള്ളത് അത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, ദീസ് ആർ ദ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്ലൂഡഡ് ഇൻ ദ സൊസൈറ്റി അല്ലേ. നമ്മുടെ എക്കോണമിയിൽ എത്തെല്ലാം എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം പ്രൊഡക്റ്റ് കൺസംഷൻ അല്ലേ, അതേപോലെ തന്നെ കൺസംഷനോടൊപ്പം തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റി. നമുക്കിതിൽ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടേം കൂടി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് തുടങ്ങിയ ആക്ടിവിറ്റികളാണ് എക്കോണമിയിൽ പ്രധാനമായിട്ടുള്ളത് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ദ ഡൈവേഴ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസംഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് വരാം. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ ഞാൻ പറഞ്ഞു. ദ ടേം എക്കണോമിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഒയിക്കണോമിയ. ഇറ്റ് മീൻസ് ദാറ്റ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്. സോ ഹിയർ ദ എക്കണോമിക്സ് മീൻസ് ദാറ്റ് ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ദ മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫ് അല്ലേ. ഓർഡിനറി ബിസിനസ് ലൈഫിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയാണ് എക്കണോമിക്സ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്, അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എക്കണോമിക്സ് എന്താണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ എക്കണോമിക്സിലുള്ള റോൾ എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. To analyze the economic problem, we know more about economic fact. ഇപ്പോൾ നമ്മൾ ഓരോ എക്കണോമിക് ഫാക്റ്റുകൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ടു അനലൈസ് ദ എക്കണോമിക് പ്രോബ്ലം വി നോ മോർ അബൌട്ട് ദ എക്കണോമിക് ഫാക്ട്സ്. നമ്മുടെ എക്കോണമിയിൽ ധാരാളം പല പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഡ്യൂ ടു ദ കോവിഡ് സിറ്റുവേഷൻ ദ ലോട്ട് ഓഫ് ദ അൺഎംപ്ലോയിഡ് പേഴ്സൺസ് അല്ലേ. നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയിഡ് പേഴ്സൺസിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു എക്കണോമിക് പ്രോബ്ലമാണ്. The food shortage is one of the problem. The scarcity of the medicine is another problem. അപ്പോൾ ഇത്തരത്തിൽ എക്കോണമിയിൽ സംഭവിക്കുന്ന പല പ്രോബ്ലംസുകളെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, എക്കണോമിക്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ സച്ച് എക്കണോമിക് ഫാക്ട്സ് ആർ നോൺ ആസ് എക്കണോമിക് ഡാറ്റ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് ഫാക്ട് ഇപ്പോൾ നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പറയുന്നു ദീസ് മച്ച് കോവിഡ് അല്ലേ, കോവിഡ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കോവിഡിൻ്റെ ഡിസീസ് അനുഭവിക്കുന്ന ഇത്രയും പേഷ്യൻസുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സൊസൈറ്റിയിൽ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡാറ്റ ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, we try to find some measures that helps to solve the economic problem. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, we try to അല്ലേ, നമ്മളോട് പറയുന്നുണ്ട് we try to find some measures that helps to solve the economic problem. നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്കണോമിക്സിൻ്റെ റോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്തെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ എക്കണോമിക്സ് such measures are known as the policies. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ എക്കോണമിയിൽ ഓരോ ഗവൺമെൻറ് ഓരോ പോളിസികൾ എടുക്കും. ഇപ്പോൾ ഇത്തരം ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സമയങ്ങളിലും പോളിസികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക, അതേപോലെ തന്നെ ലോക്ക്ഡൗണിൽ ഇളവുകൾ പ്രഖ്യാപിക്കുക അല്ലേ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെ ഈ ഡാറ്റ എന്ന് പറയുന്നതിന് എക്കണോമിക് ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. No analysis of an economic problem would be possible without the data. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു എക്കണോമിക് പ്രോബ്ലം അനലൈസ് ചെയ്യാനോ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനോ നമുക്ക് എന്തിൻ്റെ സഹായം വേണ്ടി വരുന്നു, ഡാറ്റയുടെ സഹായം വേണ്ടി വരുന്നു. അപ്പോൾ ഡാറ്റ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. In short, we make use of statistical tools, that is സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. In short, we make use of the statistical tool for formulate the economic policies, economic data, policies, reforms and economic laws etc. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നമ്മുടെ എക്കോണമിയിൽ വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ടൂൾ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മേഖലയിലേക്ക് പോകാം. The term statistics derived from the three languages
ഇറ്റാലിയൻ, ലാറ്റിൻ, ഇറ്റാലിയൻ, ജർമ്മൻ എന്ന് പറയുന്ന 3 വാക്കുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്യുന്നത്. ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ, ലാറ്റിൻ, ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇൻ ലാറ്റിൻ ഇറ്റ് മീൻസ് ദാറ്റ് സ്റ്റാറ്റസ്, ഇൻ ഇറ്റാലിയൻ statista, and the German statistics. All these terms are means that the political state or political arithmetic. അല്ലേ, നമ്മൾ ചരിത്രങ്ങളിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര പഠിച്ചിട്ടുണ്ട്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഓർ പൊളിറ്റിക്കൽ അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഏരിയയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. So the German scientist Gottfried Achanwell, ഇദ്ദേഹത്തിൻ്റെ പേര് മറക്കാതെ പഠിക്കുക. Gottfried Achanwell used the statistics for the first time in 1749. അദ്ദേഹം അല്ലേ, Gottfried Achanwell 1749 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചു. സോ ദാറ്റ് ദ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദാറ്റ് ഈസ് Gottfried Achanwell. So who is the father of economics? Adam Smith. Who is the father of Indian economics? The grand old man of our India, that is the Dadabhai Naoroji. അപ്പോൾ മറക്കരുത്, the father of statistics Gottfried Achanwell, the father of economics Adam Smith, the father of Indian economics Dadabhai Naoroji. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോവാം. ഇതിൽ പറയുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഏരിയയിലേക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഡീൽ ചെയ്യുന്നത് ഈസ് ദ കളക്ഷൻ ഓഫ് ദ ഡാറ്റ, then analysis of the data, interpretation of the data and presentation of the data. നമുക്ക് ഇതിനൊരു ഓർഡറിലേക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് കളക്ഷൻ, that is the first one, first data കളക്ട് ചെയ്യുന്നു, കളക്ഷൻ, then second presentation, then third one interpretation and the fourth one analysis. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ട് മാറി എന്ന് വിചാരിച്ച് പേടിക്കുന്നു വേണ്ട. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ കളക്ഷൻ, പ്രസന്റേഷൻ, ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അങ്ങോട്ട് കുഴപ്പമില്ല, തേർഡ് ആൻഡ് ഫോർത്ത് എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അപ്പോൾ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ആൾസോ ദ ബ്രാഞ്ച് ഓഫ് ദ മാത്തമാറ്റിക്സ് അല്ലേ. മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആൾസോ യൂസ്ഡ് ഇൻ ദ ഡിസിപ്ലിൻ സച്ച് ആസ് ദ അക്കൗണ്ടിംഗ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഫിസിക്സ്, ഫിനാൻസ്, സൈക്കോളജി ആൻഡ് സോഷ്യോളജി. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഇത് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെല്ലാം മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്? അക്കൗണ്ടിംഗ് മേഖലയിൽ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്, ഫിസിക്സ്, ഫിനാൻസ്, സൈക്കോളജി ആൻഡ് സോഷ്യോളജി തുടങ്ങിയ പല ഏരിയയിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. So the term statistics, the meaning of the statistics either used in singular sense and plural sense. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ എൻ്റെ ടേം 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ് അല്ലേ. ഏകവചനവുമായിട്ട് ബഹുവചനം അല്ലെ, സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ സിംഗുലർ സെൻസ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക്സ്. ഇൻ സിംഗുലർ സെൻസ് statistics means is a statistical methods. That statistical method എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ the collection, then second one the presentation, and third one collection, presentation, analysis and interpretation or analysis. ഏത് രീതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുക, പ്രസന്റേഷൻ, കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഇത്തരം പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? സിംഗുലർ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓർ ടെക്നിക്സ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിനോട്ടഡ് ഓൺലി ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഒന്നോ ഡാറ്റയോ എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആസ് പെർ ദ സെൻസ് ഓഫ് ദി
പ്ലൂറൽ അല്ലേ, പ്ലൂറൽ സെൻസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ അർത്ഥമാക്കിയത് എന്താണ്? നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് the statistical method, that is collection, presentation, analysis and interpretation. So one more definition related to statistics I am going to give you, that is statistics we mean is aggregates of fact affected to a marked extended by multiplicity of causes, numerically expressed, enumerated or estimated according to the reasonable standard of accuracy, collected in a systematic manner for predetermined purpose and is placed in relation to each other. വലിയൊരു ഡെഫിനിഷൻ ആണല്ലേ, പേടിക്കേണ്ട. ഇത് കുറച്ച് മുന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്ന ഡെഫിനിഷൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട് അല്ലേ, കുറേ സത്യങ്ങളുടെ ഒരു കൂട്ടമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട് അഫക്റ്റഡ് ടു എ മാർക്ക്ഡ് എക്സ്റ്റെൻഡഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ഈ ഒരു സത്യത്തിനോട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് കുറേ ഇൻസിഡൻസുകൾ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു വലിയൊരു ഏരിയയാണ്, നിങ്ങൾക്കത് പഠിക്കാനില്ല. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡാറ്റയെ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റാം. ദ ഡാറ്റ ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ദ ക്വാളിറ്റേറ്റീവ്, രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ നോക്കാം. The most economic data are quantitative, which means the data which can be measured by using the numerical numbers. ന്യൂമറിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലേ, നമ്പേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റയെ മെഷർ ചെയ്യാം. ദ ഹൈറ്റ് ഓഫ് യു അല്ലേ, എന്നിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ പേര് കൊടുക്കാം അല്ലേ, ഹൈറ്റ് ഓഫ് കൃഷ്ണശ്രീ ഓർ ഹൈറ്റ് ഓഫ് സിനാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഹൈറ്റ്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് എൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ കാര്യമായിട്ട് ഹൈറ്റ് ഒന്നുമില്ല, എന്നിരുന്നാലും എന്താണ് അങ്ങനെ എടുക്കുമ്പോൾ അതൊക്കെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അത്തരത്തിലുള്ള ഡാറ്റയെ നമുക്ക് എന്ത് വിളിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. ദെൻ ദ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടാക്സസ് അല്ലേ, ടാക്സ്, ഹൈറ്റ്, വെയിറ്റ്, പ്രൈസസ് ഓഫ് ഗുഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാം. നമ്മൾ അടുത്തതുണ്ട് എക്കണോമിക്സിൽ അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. ദാറ്റ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ വി കനോട്ട് മെഷറബിൾ, നമുക്ക് ഒരിക്കലും അത് മെഷർ ചെയ്യാൻ കഴിയില്ല അല്ലേ. ജലസി, ലവ്, ക്രുവാലിറ്റി, സിമ്പതി, എമ്പതി അല്ലേ, ഇതൊക്കെ നമുക്ക് ഇത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, എനിക്ക് ആ കാണുന്ന പെൺകുട്ടിയോട് 1 കിലോഗ്രാം സ്നേഹമുണ്ട് അല്ലെങ്കിൽ 100 കിലോഗ്രാം സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ല, പറയാൻ കഴിയില്ല. സോ അത് നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അളക്കാൻ കഴിയാത്തത് എന്തെന്ന് വിളിക്കാം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ള രീതിയിൽ വിളിക്കാം. നോക്കാം. The chief characteristics of such an information is that they describe attributes of single person or group of person that is important to record as accurately as possible. The data which cannot be measured in quantitative terms, it is called qualitative data. So ഇതിലൊരു ചെറിയ ഇതുണ്ട്, the data which cannot be measured in quantitative terms. നമുക്ക് സംഖ്യയുടെ രൂപത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ള രീതിയിൽ വിളിക്കാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The states of health, skilled or unskilled, honesty, aptitude, gender, intelligence, love, sympathy, empathy, cruelty, jealousy, ഇതൊക്കെ അതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൈനബ് യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? വി കനോട്ട് മെഷറബിൾ. സോ ദാറ്റ് ഡാറ്റ we can call qualitative data. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകൾ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ദെൻ നമുക്ക് അടുത്തത് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു എസ്സേ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ഏരിയയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്? എക്കണോമിക്സിൽ എന്തെല്ലാം കാര്യത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു എന്താണ്? നിങ്ങളൊരു സൊസൈറ്റിയിലെ എക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക. ലോട്ട് ഓഫ് ആക്ടിവിറ്റി, ഒരു ഫേമിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുക. പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനുമായിട്ട് അതിന് മുൻപ് നടക്കുന്ന പ്രോസസ്സ്,
അതിനൊരു ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പ് ചെയ്യണം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ലേബേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ ലേബറേഴ്സ് ആൻഡ് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, ദ പവർ ഫെസിലിറ്റി, ഇറിഗേഷൻ ഫെസിലിറ്റി, ദെൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കുറേ കാര്യങ്ങൾ കണ്ടെത്തണം. ദെൻ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ബിസിനസ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ how much of the output, how much workers are engaged in the production, then ഇതിൻ്റെ സെയിൽസ് എത്ര, ഔട്ട്പുട്ട് എത്ര തുടങ്ങിയിട്ടുള്ള ഓരോ മേഖല. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ വരും. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഏരിയയിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് an indispensable tool for the economics to understand the economic problems. നമ്മുടെ അല്ലേ, നമുക്ക് ഒരിക്കലും അത് അല്ലേ indispensable tool for the economic to understand the economic problem. നമ്മുടെ എക്കണോമിക് പ്രോബ്ലം നമുക്ക് വിശകലനം അല്ലെങ്കിൽ അതിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന രീതിയിൽ. യൂസിങ് ദ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, economists find out the cause behind the economic problem with the help of the qualitative and the quantitative facts. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എക്കോണമിയിൽ വരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ പ്രോബ്ലം അത് ഉപയോഗിച്ചുകൊണ്ട് എക്കോണമിയെ സോൾവ് ചെയ്യാനൊക്കെ ഇതിൽ ശ്രമം നടത്താം. Then when the causes of economic problems are identified, it is easier to formulate the suitable policy to tackle it. ഇപ്പോൾ എക്കോണമിയിൽ ഇത്ര പ്രോബ്ലം ഇന്നൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, കോവിഡിൻ്റെ അല്ലെങ്കിൽ നിപ്പ വൈറസ്, അതേപോലെ തന്നെ കരിമ്പനി, പലതരത്തിലുള്ള പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം വരുമ്പോൾ അതിന് കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും അതിന് മെഷേഴ്സ് കണ്ടെത്താനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോളിസികൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. Then statistics helps to the economists to present the economic fact in the precise and the definite form. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്കൊരു കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. ആ ഇൻഫർമേഷൻ കിട്ടിയതിനെ നമുക്കൊരു പ്രിസൈസ് ചുരുക്കിയ രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിശകലനം ചെയ്ത് പറയാം. Then അടുത്ത പോയിന്റ് എന്താ നോക്കാം. By using the statistics, economic fact become precise and exact. The exact fact are more convincing than the vague statement. ഇപ്പം നമ്മളൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ബെറ്ററാണ് അതൊന്ന് ചുരുക്കി പറയൽ. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് ഇതൊക്കെ കാട് കയറി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് ചുരുക്കി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്, അല്ലേ? നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു പ്രിസൈസ് ആൻഡ് അല്ലേ ഫിനിറ്റ് പാർട്ട് അല്ലെങ്കിൽ ഫിനിറ്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എക്കണോമിക്സിലെ വളരെ വലിയൊരു തിയറീസോ അല്ലെങ്കിൽ ഫാക്റ്റുകളോ ഒക്കെ ചുരുക്കി പറയുന്നതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. Statistics also help in condensing the mass data into the few numerical measures. അല്ലേ, വലിയൊരു മാസ് ഡാറ്റയെ ഒരു ചെറിയ രൂപത്തിലേക്ക് നിങ്ങൾ കാണിക്കുന്നതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then the numerical measures helps to summarize the data. That numerical measures, ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അത് സമ്മറൈസ് ഓഫ് ദ അല്ലെങ്കിൽ ആ ഡാറ്റയെ സമ്മറൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. Then statistics used to finding the relationship between different economic factors. ഒരു എക്കോണമിയിൽ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. പ്രൊഡക്ഷൻ യൂണിറ്റ്, കൺസംഷൻ യൂണിറ്റ്, അല്ല ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോറിലേഷൻ മനസ്സിലാക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു എക്കണോമിക്സ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ എക്കോണമി. സപ്പോസ് ഇൻ ദ സൊസൈറ്റി the fashions and the trends and fashions of the consumers are ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു ഫാഷനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ട്രെൻഡ്സോ ഫാഷൻസോ ഒന്നുമല്ല ഇപ്പോൾ പല ടൈപ്പ് മാറ്റങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ആ ചേഞ്ചസിനനുസരിച്ച് കൊണ്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ആ ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ടെക്നിക്കുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട് എന്നതാണ് അവിടെ വരുന്നത്. ബൈ യൂസിങ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് ക്യാൻ ഫോർമുലേറ്റ് ദ പ്ലാൻസ് ആൻഡ് പോളിസീസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ദ പ്ലാൻസ് ആൻഡ് പോളിസി. നേരത്തെ പറഞ്ഞ പോലെ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു
predict the future trends and tendencies. നമ്മുടെ എക്കോണമിയിൽ വരുന്ന ചേഞ്ചസ്, ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസിനൊക്കെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഫോർമുലേറ്റ് ദ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇൻ എക്കണോമിക് പോളിസീസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേ ദ വിറ്റൽ റോൾ ദ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ എക്കോണമിയിലെ ഡിസിഷൻ മേക്കിംഗ്, എക്കോണമിയുടെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന എക്കണോമിക്സ് എന്താണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ദെൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എന്താണെന്നുള്ള പറയുന്നുണ്ട്. ഒപ്പം സ്റ്റാറ്റിസ്റ്റിക്സ്, ദ വേർഡ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. ദ മീനിങ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ് എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വിശദമാക്കി തരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നുണ്ട്. ദെൻ ഒരു 2 മാർക്ക് ഓർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ച് പറയുന്നുണ്ട്. ഫൈനലി ആ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. സി യു ദ നെക്സ്റ്റ് ക്ലാസ്.